എല്ലാ ദിവസവും കാണുന്നതായിരുന്നു. എപ്പോഴും കുറുമ്പായിരുന്നു അവന് കൂടുതൽ. അവൻ്റെ കുറുമ്പ് കാണാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. കുറുമ്പോട് കൂടി അവൻ ഓടി നടന്ന്, കൂട്ടിലാണേലും ഓടി നടന്ന് കളിച്ച്, അങ്ങനെ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ അവരുടെ കൂടെ കളിക്കാൻ പോകുന്ന ഒരു രീതിയിലാണ് അവൻ്റെ ആ കുറുമ്പ് കാട്ടുന്നത്. നമുക്ക് വലിയൊരു നഷ്ടമാണത്. ഒരു കുഞ്ഞ് തന്നെയായിരുന്നു. എന്ത് പറയണമെന്നറിയത്തില്ല. എൻ്റെ ഒരു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട എനിക്ക് ഇത്രയും വിഷമമില്ല. അതുപോലെ ഞാൻ സ്നേഹിച്ച ഒരാളായിരുന്നു. തീരാ നഷ്ടമായിട്ടാക്കാം. ഞങ്ങൾ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവനെ ഓടി എല്ലാവരും അടുത്ത് തുമ്പി കൈ നീട്ടി എല്ലാവരും താലോടും അവനെ. ഇത് ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു ഞങ്ങൾ കാണുന്നത്. അവരുടെയൊക്കെ ഒരു കണ്ണീര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കൊച്ചയ്യപ്പൻ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അവർക്കൊക്കെ എന്ന്. കൊച്ചയ്യപ്പൻ എന്ന ഈ കുട്ടിയാന മാതൃഭൂമി ന്യൂസിന്റെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. കാരണം 2 വർഷം മുൻപ് ഈ കുട്ടിയാനയായിരുന്നു തിരുവോണ നാളിലെ നമ്മുടെ വിശിഷ്ടാതിഥി. ഇവന്റെ കുസൃതികൾ നിറഞ്ഞ ഓണക്കാഴ്ചകൾ വളരെ രസമുള്ളതായിരുന്നു. കോന്നി സുരേന്ദ്രന്റെയും കൊച്ചയ്യപ്പന്റെയും പാപ്പാൻ ഷംസുദ്ദീൻ പറയുന്നു. ഇവരാണ് കോന്നിയിലെ കൊച്ചയ്യപ്പൻ. ഇതാണ് കോന്നിയിലെ കൊച്ചയ്യപ്പൻ. ഈ വരുന്ന മുടിയേ ഇത് ഇപ്പൊ ഒരു കട്ടിയുണ്ട്. ഇതെങ്ങനെ ഇത് പോകുന്നത്? ഇത് നമ്മൾ ഉരച്ച് കുളിപ്പിക്കുമ്പോൾ കുറച്ച് മുടി നമുക്ക് പോകും. പിന്നെ പ്രായമാവുന്നതിൻ്റെ അനുസരിച്ച് മുടി നമ്മൾ ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് കട്ട് ചെയ്ത് കളയും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മരത്തെ കെട്ടിയാലുണ്ടല്ലോ, മരത്തെ വെച്ച് ഉരച്ച് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വെച്ച് വരച്ചിട്ട് അത്യാവശ്യമുള്ള മുടി പോകും. സാധാരണ നമ്മുടെ കാട്ടിലെ ആനയൊക്കെ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും ഇതിൻ്റെ ഒരു സഞ്ചാരം? 20, 25, 30. പിന്നെ അതിൽ കുറയുകയും ചെയ്യാം, കൂടുകയും ചെയ്യാം. അതിൻ്റെ സൗകര്യം, തീറ്റയുടെ സൗകര്യം അനുസരിച്ചാണ്, പുഴ, വെള്ളം ഇതൊക്കെ അനുസരിച്ചാണ് ആനകൾ ദൂരം സഞ്ചരിക്കുന്നത്. ജനിച്ചത് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ജനസമയത്തേക്ക്? ഇത് 2021 9-ാം മാസമാണ് യൂട്ടിക്കൽ റേഞ്ചിൽ നിന്ന്, ആങ്ങമുഴി യൂട്ടിക്കൽ റേഞ്ചിൽ നിന്ന് ഇവിടെ കോന്നി ആനത്താവളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനെ കിട്ടിയിട്ടൊരു 10 ദിവസം അവിടെ അവർ സംരക്ഷിച്ച് തള്ള ഗ്രൂപ്പിന്റെ കൂടെ വിടാമെന്നും പറഞ്ഞുകൊണ്ട് സംരക്ഷിച്ചു നിർത്തി. പക്ഷേ കൂട്ടം വന്നില്ല. കുട്ടി ആന ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ശബ്ദിക്കാതെ കൊണ്ട് നിന്നാൽ ആന ഗ്രൂപ്പ് ഇങ്ങനെ നിന്ന് തീറ്റ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് ആന ഓട്ടോമാറ്റിക്കലായിട്ട് കയറി അങ്ങ് പോകും വനത്തിലേക്ക്. പുല്ലും പോച്ചയും കൊടുത്ത് തീറ്റി പഠിപ്പിക്കുക. ഇപ്പൊ ഏകദേശം ഒരു 10-12 കിലോ പുല്ല് തിന്നും. ഇവനെ ദിവസം എത്ര നേരം കുളിപ്പിക്കും? രാവിലെ ആനയെ ഈ തൊണ്ടിന് തേച്ച് കുളിപ്പിക്കും. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 11 മണി 12 മണിയായി നല്ല വെയിലാണെങ്കിൽ തണുപ്പിക്കും. ഒരു 3 പ്രാവശ്യം ഈ പൈപ്പിൽ നല്ലപോലെ ആനയെ തണുപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് നല്ല ഉന്മേഷമാണ്. നല്ല ആനയെ തണുപ്പിക്കണം. തണുപ്പിച്ചില്ലെങ്കിൽ ആനയ്ക്ക് നോവെന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാവും. ഇങ്ങോട്ടിരുന്നാന് അതെ, ഇങ്ങോട്ടിരുന്നാന്. പല്ല് വന്നു, കൊമ്പ് വന്നു. കൊച്ചയ്യപ്പന്റെ പല്ലൊന്ന് കാണണമല്ലോ. ഇവിടെ ഇതുണ്ടോ കൊമ്പ് മുളച്ചിട്ട് ഇപ്പം നമുക്ക് 2 മാസം കഴിഞ്ഞു. ആണോ? അപ്പൊ ഇവൻ രാവിലത്തെ ഇവന്റെ നടപ്പ്, കുളി, കഴിപ്പ് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? എല്ലാം കഴിഞ്ഞിട്ട് ഇവനെ ഇനി ഈ പുല്ല് കുറച്ച് പറക്കി തിന്നും. അത് കഴിഞ്ഞിട്ട് അവനെ റൗണ്ട് നടന്ന ഈ ടൂറിസ്റ്റുകളെയൊക്കെ ഒന്ന് കാണും. കണ്ടിട്ട് ഇവന് ഒന്ന് മയങ്ങും. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തുനിന്ന് ചെറിയൊരു ഉറക്കം ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ കളിയാണ്. 2023 സംപ്രേഷണം ചെയ്ത ഈ പരിപാടിയിലൂടെ അന്ന് കൊച്ചയ്യപ്പന്റെ കാഴ്ചകൾ പകർത്തിയ മാതൃഭൂമി ന്യൂസ് സംഘത്തിലെ നമ്മുടെ പ്രതിനിധി മാർഷൽ വി സെബാസ്റ്റ്യൻ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാർഷൽ, അന്ന് എങ്ങനെയാണ് കൊച്ചയ്യപ്പന്റെ ഈ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിയത്? ഇപ്പോൾ ഈ കുട്ടിയാനക്ക് എന്താണ് സംഭവിച്ചത്?
ഹിമ, ഈ കൊച്ചയ്യപ്പൻ എന്ന് പറയുന്ന കുട്ടിയാന 2 വയസ്സുള്ള സമയത്താണ് നമ്മൾ കാണുന്നത്. അതായത് 6 മാസം പ്രായമായപ്പോഴാണ് ഇതിനെ ശബരിമല കാടുകളിൽ നിന്ന് വനം വകുപ്പ് കിട്ടുന്നത്. കൂട്ടം തെറ്റി വന്ന കുട്ടിയാനയെ നേരെ ആനക്കൊട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കോന്നി ആനക്കൊട്ടിൽ മന്ത്രി AK ശശീന്ദ്രനാണ് ഇതിന് അയ്യപ്പൻ്റെ കാട്ടിൽ നിന്ന് കിട്ടിയതുകൊണ്ട് കൊച്ചയ്യപ്പൻ എന്നുള്ള ഒരു പേരിടുന്നത്. അങ്ങനെ കൊച്ചയ്യപ്പൻ ആനക്കൂട്ടിൽ കഴിയുന്ന സമയത്താണ് നമ്മൾ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ആനകളെക്കുറിച്ചുള്ളൊരു സ്റ്റോറി ചെയ്യുമ്പോഴാണ് നമ്മൾ കൊച്ചയ്യപ്പനിലേക്ക് എത്തുന്നത്. കൊച്ചയ്യപ്പൻ രാവിലെ മുതൽ തന്നെ വളരെ കുസൃതിയാണ് ഈ ആനക്കൂട്ടിൽ. ബാക്കിയെല്ലാം വലിയ ആനകളാണ്. ഈ ആന മാത്രമാണ് കുട്ടിയാനയുള്ളത്. അന്ന് 2 വയസ്സാണ്. അന്ന് കുട്ടിയാനയുടെ ഭക്ഷണം, അതോടൊപ്പം അവൻ ആൾക്കാരുമായിട്ടുള്ള അവൻ്റെ ഒരു ഇടപെടൽ, ഇതെല്ലാം ഭയങ്കര രസകരമായ കാഴ്ചയായിരുന്നു. അതാണ് നമ്മൾ തിരുവോണത്തിന് ഒരു പ്രത്യേക കാഴ്ചയായിട്ട് കൊടുത്തത്. മറ്റൊന്ന് ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചയ്യപ്പന് ഈ ആനകളുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് തന്നെ ആനക്കുട്ടിക്ക് എന്തെങ്കിലും ജന്മനാ വൈകല്യമുണ്ടെങ്കിൽ കൂട്ടം അതിനെ ഉപേക്ഷിച്ച് പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യുക. ഇങ്ങനെ ഒരു സാധ്യതയാണ് പ്രധാനമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഹെർപ്പസ് എന്ന് പറയുന്ന ഒരു വൈറസ് രോഗമുണ്ട്, അത് ഇതിന് ബാധിച്ചിട്ടുണ്ടാകും. അങ്ങനെ യഥാർത്ഥത്തിൽ നമുക്കിങ്ങനെ കാടുകളിൽ നിന്ന് കിട്ടുന്ന പല കുട്ടിയാനകളും ഇങ്ങനെ എന്തെങ്കിലും ഒരു ജനിതക വൈകല്യമോ അല്ലെങ്കിൽ അതിന് നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ കാട്ടിൽ ജീവിച്ചു പോകാൻ കഴിയാത്തൊരു അവസ്ഥയുള്ളപ്പോൾ കൂട്ടം അതിനെ മാറ്റുകയും നമ്മൾ മരുന്ന് കൊണ്ടും മറ്റും അതിനെ കുറച്ച് നാൾ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അത്തരം എന്തെങ്കിലും ഒരു അസുഖമായിരിക്കാം. എന്തായാലും 4-ാമത്തെ വയസ്സിൽ കൊച്ചയ്യപ്പൻ എന്ന് പറയുന്ന കുസൃതി, ആ കുഞ്ഞാന മരണപ്പെട്ടു എന്നുള്ളത് വളരെ വേദനയോടുകൂടിയാണ് ഇപ്പോൾ കാണുന്നത്. അന്ന് ഓണക്കാഴ്ചയ്ക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ എല്ലാം തന്നെ പ്രത്യേകിച്ച് നമ്മളൊന്ന് തലോടുമ്പോൾ ഉറങ്ങുന്ന ആളായിരുന്നു കൊച്ചയ്യപ്പൻ. ഇപ്പോൾ അവന്റെ ഉറക്കം വളരെ സന്തോഷത്തോടെ കണ്ട ആ റിപ്പോർട്ട് ഇന്ന് കാണുമ്പോൾ ശരിക്കും വലിയ വേദന തോന്നുന്നുണ്ട്. എന്തായാലും കൊച്ചയ്യപ്പന്റെ ആ വിയോഗത്തിൽ അവിടുത്തെ എല്ലാ ജീവനക്കാരും വലിയ വിഷമത്തിലാണ്.